ഗൈസ്, നമ്മളിന്ന് പെരപ്പമൻകാട് പാടശേഖരം കാണാൻ വേണ്ടി പോകണം. ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ് റീൽസിലൊക്കെ. നമ്മളെ വീട്ടിൻ്റെ ഇവിടെ അടുത്താണ്. നല്ല മഴയും വെള്ളക്കെട്ടൊക്കെ ആയിരിക്കും, എന്നാലും ഒന്ന് പോയി നോക്കാം. നമ്മളിവിടെ എത്തി ഗൈസ്. തിരക്കുണ്ട്, ഒത്തിരി പേര് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇറങ്ങി നോക്കാം. നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇതാ കേരള വസ്ത്രത്തിൽ വന്ന് നിൽക്കുവാണ്. എന്താവും അറിയത്തില്ല. നല്ല ചെളിയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഉമ്മ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? നമ്മൾ നടന്ന് ഏറുമാടത്തിനടുത്തേക്ക് പോവാണ്. നല്ല തിരക്കുണ്ട്, പക്ഷേ എല്ലാവരും ഇറങ്ങിയിട്ട് കയറാമെന്ന് പറഞ്ഞ് നിന്നാൽ ഇവിടെ നിൽക്കത്തേ ഉള്ളെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടിട്ട് കുറച്ചൊന്ന് ആൾ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്ന് പോവുകയാണ്. എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ നമ്മൾ ഓൾറെഡി മുൻപ് വന്നിട്ടുള്ളതാണ്, കാരണം ഇവിടെ അടുത്തായത് കൊണ്ടിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ വരും. കഴിഞ്ഞ ഓണത്തിന് നമ്മളിവിടെ വന്ന് ഷൂട്ടൊക്കെ ചെയ്തിരുന്നു. അടിപൊളിയാണ്. ഇവിടെ പാടം കണ്ട് ഉമ്മ മെല്ലെ മെല്ലെ നടക്കുവാണ്. ഉമ്മക്ക് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു പാടത്ത് പോകണം. അങ്ങനെയാണ് നമ്മൾ പിന്നെ വിചാരിച്ച് ഉമ്മ ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്നതിലെന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരെ പാടത്തേക്ക് ഇറങ്ങിയത്. മഴ പെയ്യുന്ന വിചാരിച്ചു, പക്ഷെ ഭാഗ്യത്തിന് കുറച്ച് നേരമായിട്ട് മഴ പെയ്യുന്നില്ല ഇവിടെയൊന്നും. അതുകൊണ്ടിട്ട് നമ്മൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇങ്ങനെ ഉണ്ടെന്ന്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഓണത്തിൻ്റെ തിരക്കാവും. പിന്നെ ഇവിടെ ഒട്ടും ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം ആളായിരിക്കും. സത്യം നല്ല രസമുണ്ട്. ആ കാറ്റൊക്കെ നമുക്കിങ്ങനെ അടിക്കുമ്പം നമ്മളെപ്പോഴും ഹെവി വർക്കും തിരക്കുകളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അങ്ങനെയുള്ളവർക്ക് കുറച്ച് സമയം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. ആ നേച്ചറിൻ്റെ ബ്യൂട്ടി നമുക്ക് അത്രയും അറിയാൻ പറ്റും. ആ കാറ്റും ആ നെൽവയലുകളും ഒക്കെ നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. ആദ്യം ഉമ്മ തന്നെ കയറുവാണ്. ഉമ്മക്ക് ഈ ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ്, പക്ഷേ ഇതിലെന്തോ പ്രശ്നമൊന്നുമില്ലാതെ ഉമ്മ കയറി പോകുന്നുണ്ട്. ഈ പെരപ്പമൻകാട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ പേര് ചേർന്നിട്ട് ഒരു സൗഹൃദ സംഘമാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് സെറ്റ് ചെയ്തതാണ്. പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒത്തിരി പേർക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ക്യാമറയൊക്കെ ഉണ്ട്, കാരണം വേറെയുള്ളവരിതൊന്നും നശിപ്പിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് അടിപൊളിയാണ്. ചുറ്റും ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു ഫീലാണ്. എല്ലാവരും കഴിയുമെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഉച്ചക്കവാ ഇതാ നോക്കിയാണ് ഗൈസ്. ഇത് നോക്ക്, എൻ്റെ ഹസ്ബൻഡ് കേരളീയ തനിമയിലെ ഷൂട്ടാണ് ഈ കാണുന്നത്. അത് പകർത്താനായിട്ട് എൻ്റെ അനിയൻ വീഡിയോഗ്രാഫർ ആശിക്കുണ്ട്. അതിസാഹസികമായി പാടത്തൂടെ നടന്നു നീങ്ങുന്നു. ഫോട്ടോ എടുക്കാനായി എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഗൈസ്, കാണണം. നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളിയാണ്. ഈ പാടമൊക്കെ കാണാൻ സെറ്റായിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണം, കാരണം അവരിതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ അല്ലാതെ പറഞ്ഞു കേട്ടിട്ടോ അല്ല കുറേയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊന്നും അറിയത്തില്ല. പറ്റുമെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കണം. ഒന്ന് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അവിടെ വണ്ടിയായിട്ട് വന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. വെഹിക്കിൾ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി അല്ലാത്ത ഹെവി വെഹിക്കിൾസ് ഒന്നും വരുന്ന ഒരു ഏരിയ അല്ല. അതെ ആണ്. അതെ, പൈസയൊന്നുമില്ല, എൻട്രി ഫീ അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ ഒന്നും പൊല്യൂട്ടഡ് ആക്കാതിരിക്കുക, വേറെ ആവശ്യമില്ലാതെ ഒന്നും കൊണ്ടുവന്നിട്ട്. ഇത് അത്രയും നീറ്റ് ആൻഡ് ക്ലീനിൽ കിടക്കുന്നതിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരെ നന്നായിട്ട് നോക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളും വരുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ വേറെ മലിനാക്കുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കുക, ജസ്റ്റ് എൻജോയ് ചെയ്ത് പോവുക. നമ്മളിത് അതെ ഒത്തിരി വെഹിക്കിൾസിൻ്റെ ഒക്കെ ഫോട്ടോസ് റീൽസിനെ ഒത്തിരി പേര് ചൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഒത്തിരി പേര് ഇനിയിപ്പോൾ ഓണമാകുമ്പോൾ കംപ്ലീറ്റ് ഇവിടെ ആണ് ട്രഡീഷണൽ ലുക്കിൽ വന്നിട്ട് റീൽസും വീഡിയോസും ഒക്കെ സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ മുൻപേ എടുക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടെ കുറേ ഈ അല്ലാത്ത സെലിബ്രേഷൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഈ അല്ല, ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രീനറി കിട്ടത്തുള്ളൂ. നമ്മളല്ലാതെ വരുമ്പോൾ ഒരു വേനൽ സമയത്തൊക്കെ ആണെങ്കിൽ മൊത്തം ഈ ഒരു വിളവെടുക്കുന്ന സമയമാവുമല്ലോ. ഇപ്പോഴിത് നട്ട സമയമാണ്, അതുകൊണ്ടാണ് ഈ പച്ചപ്പ് നമുക്ക് കിട്ടുന്നത്. നമ്മളിനി നടന്ന് നമ്മൾ കാർ ഇട്ടേക്കുന്ന ഒരു ഏരിയയിലേക്കൊന്ന് പോവുകയാണ്. ഇവിടെ വാക്ക് വേ ആയാലും നല്ല രസമാണ് കേട്ടോ. ഇവിടെ പുറത്തുനിന്ന് തന്നെ നമ്മളിപ്പോൾ പാടത്തിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പോലും ഈ ഒരു ഏരിയയിലേക്കുണ്ട്. ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ബെഞ്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് അത് കിട്ടും.
എല്ലാവരും ഇപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ ട്രൈ ചെയ്യണം. എന്തായാലും പെരപ്പമൻകാട് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള സ്ഥലമല്ല. നിങ്ങൾ മാപ്പിലൊക്കെ നോക്കിയാൽ തന്നെ ഉറപ്പായിട്ട് ഇത് കിട്ടും. ഓണ സമയത്തൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ വരിക, റീൽസൊക്കെ ഒത്തിരി എടുക്കാൻ പറ്റും. നല്ല രസമാണ്. നമുക്കൊരിക്കലും ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല. ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റിഗ്രറ്റ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. കാരണം മൊത്തത്തിലൊരു കാം പ്ലേസാണ്. നല്ല രസമാണ്. കുറേ സമയം നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ തന്നെ, ഇവിടെ നിന്ന് പോകാനേ തോന്നത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുക കുറച്ച് നേരം കൂടി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.